ഇന്ന് വരെ ലോകത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു മിസൈലിനും തകർക്കാനാകാത്ത എയർക്രാഫ്റ്റ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര വലിപ്പമുണ്ടെങ്കിൽ പോലും ഈ ഒരു എയർക്രാഫ്റ്റിനെ കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. എത്ര അഡ്വാൻസ്ഡും കോംപ്ലക്സുമായിട്ടുള്ള റഡാർ സിസ്റ്റം ആണെങ്കിൽ പോലും ഈ ഒരു എയർക്രാഫ്റ്റിനെ ആ ഒരു ഡിറ്റക്ടിംഗ് സിസ്റ്റത്തിന് കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് സത്യം. ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും എക്സ്പെൻസീവും അഡ്വാൻസ്ഡുമായിട്ടുള്ള എയർക്രാഫ്റ്റാണ് B-2 സ്പിരിറ്റ് ബോംബേഴ്സ്. മറ്റ് എയർക്രാഫ്റ്റുകളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നത് ഇവ വളരെ നിശബ്ദവും ഏത് തരത്തിലുള്ള മിസൈലിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള ഇവയുടെ കഴിവാണ്. ഏത് തരത്തിലുള്ള മിസൈൽ ആയിക്കൊള്ളട്ടെ, അവയെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ ഇവയ്ക്ക് സാധിക്കും. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു എയർക്രാഫ്റ്റ്. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, 52 മീറ്റർ വലിപ്പമുള്ള ഈ ഒരു എയർക്രാഫ്റ്റിനെ എന്തുകൊണ്ട് റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല? എന്ത് തരത്തിലുള്ള ടെക്നോളജിയാണ് കഴിഞ്ഞ 37 വർഷങ്ങളായി USA നമ്മളെല്ലാവരിൽ നിന്നും മറയ്ക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു കണ്ടുപിടുത്തം USA നടത്തിയത്? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. B-2 ബോംബേഴ്സ് നിർമ്മിക്കപ്പെടുന്നത് ഒരു നാണക്കേടിൽ നിന്നുമാണ്. സമൂഹത്തിന്റെ മുൻപിൽ USA തല താഴ്ത്തിയ നിമിഷം. 1 മെയ് 1960 പാകിസ്ഥാനിലെ പേഷാവർ എയർബേസിൽ നിന്നും അമേരിക്കൻ എയർക്രാഫ്റ്റായ ലോക്ക് ടു ഹീറ്റ് എയർക്രാഫ്റ്റ് പുറപ്പെടുകയായിരുന്നു. ഇത് CIA-യുടെ ഒരു സീക്രട്ട് മിഷൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ സ്പൈയിങ് ആയിരുന്നു ഇതിന്റെ ലക്ഷ്യം. കോൾഡ് വാറിന്റെ ഒരു ഏറെ ആയിരുന്നത് കൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും പരസ്പരം തങ്ങളുടെ ടെക്നോളജിക്കൽ ഡോമിനേഷൻ കാണിച്ചുകൊണ്ടിരുന്നൊരു സമയം കൂടിയായിരുന്നു ഇത്. അന്നത്തെ അമേരിക്കയുടെ അഹങ്കാരമായിരുന്നു തങ്ങളുടെ U-2 ലോക്ക് ഹീറ്റ് സ്പൈയിങ് പ്ലെയിൻ. 80,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയും ഇവയ്ക്ക്. ഇത്രയും ഉയരത്തിൽ സോവിയറ്റ് യൂണിയന്റെ ഒരു മിസൈലിനും തങ്ങളെ തൊടാൻ പോലും ആവില്ല എന്നതായിരുന്നു അമേരിക്കയുടെ വാദം. എന്നാൽ ഈ ഒരു അഹങ്കാരത്തിന്റെ തിരിച്ചടിയായി എപ്പോഴാണോ ഈ ഒരു പ്ലെയിൻ സോവിയറ്റ് യൂണിയന്റെ ടെറിട്ടറിയിൽ എൻ്റർ ചെയ്തത്, അപ്പോൾ തന്നെ റഡാർ സിസ്റ്റം ഈ പ്ലെയിനിനെ ഡിറ്റക്ട് ചെയ്തു. ആദ്യം ഫൈറ്റർ ജെറ്റ്സിനെയും പല മിസൈലുകളെയും അവർ ലോഞ്ച് ചെയ്തു. എന്നാൽ ഇത്രയും ഉയരത്തിൽ അവയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം. പിന്നീട് സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ വജ്രായുധം ഉപയോഗിച്ചു. S-75 ഒട്ടും സമയം കളയാതെ സ്പൈ പ്ലെയിനിനെ ലക്ഷ്യമാക്കി മിസൈൽ കുതിച്ചു പൊങ്ങി. ഈ ഒരു മിസൈലിനെ പറ്റി അമേരിക്കയ്ക്കും നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ ഇത്രയും ഓൾട്ടിറ്റ്യൂഡിൽ ഈ ഒരു മിസൈലിന് ഹിറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യമായിരുന്നു സംശയം. എന്നാൽ അവരുടെ അസംഷനെ എല്ലാം തെറ്റിച്ചുകൊണ്ട് മിസൈൽ കറക്റ്റായി പ്ലെയിനിൽ ഹിറ്റ് ചെയ്തു. പെർഫെക്ഷൻ എന്ന വാക്കിനെ കറക്റ്റായി നിർവചിക്കാൻ കഴിയുന്ന ഒരു അറ്റാക്കായിരുന്നു ഇത്. ഈ ഒരു അറ്റാക്ക് നടന്നതിന് ശേഷം നാസയുടെ വെതർ റിപ്പോർട്ടിംഗ് പ്ലെയിൻ ആയിരുന്നു ഇതെന്നാണ് ആദ്യം USA പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് സോവിയറ്റ് യൂണിയൻ എവിഡൻസസ് നിരത്തിയതോടെ USAയുടെ കള്ളി വെളിച്ചത്തായി. USA സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു. മറ്റു രാജ്യങ്ങളുടെ മുൻപിൽ തങ്ങൾ നാണം കെട്ടു. എന്നിരുന്നാലും രണ്ട് രാജ്യങ്ങൾക്കും വളരെ നല്ല ഒരു പാഠമാണ് ഇതിൽ നിന്നും കിട്ടിയത്. ഈ ഒരു അറ്റാക്കിന് ശേഷം സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ഡിഫൻസ് സ്ട്രോങ് ആക്കാനും കൂടാതെ അമേരിക്ക റഡാറിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത എയർക്രാഫ്റ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുമാണ് ശ്രദ്ധിച്ചത്. എങ്ങനെയാണെങ്കിലും ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു കാര്യം മനസ്സിലായി. അമേരിക്ക എത്ര തന്നെ പരിശ്രമിച്ചാൽ പോലും സോവിയറ്റ് യൂണിയന്റെ ടെറിട്ടറിയിൽ കയറാൻ സാധിക്കുകയില്ല. കൂടാതെ ന്യൂക്ലിയർ അറ്റാക്കുകളും നടത്താൻ കഴിയില്ല. അമേരിക്ക എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ സോവിയറ്റ് യൂണിയൻ അതിനെ തകർത്തിരിക്കും. 1976 ആയതോടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മിസൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞു. എത്ര ഉയരത്തിൽ പറക്കുന്ന എയർക്രാഫ്റ്റ് ആണെങ്കിൽ പോലും അവയെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയുന്ന മിസൈലുകളായിരുന്നു ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ ഈ പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ ഈഗോയെയാണ് ഹെർട്ട് ചെയ്തത്. അവർക്ക് 1978 ATB എന്നൊരു മിഷൻ ലോഞ്ച് ചെയ്യേണ്ടതായി വരുന്നു. ATB എന്നാൽ അഡ്വാൻസ് ടെക്നോളജി ബോംബേഴ്സ്. എയർക്രാഫ്റ്റ് നിർമ്മിക്കുക, അത് സോവിയറ്റ് യൂണിയന്റെ ടെറിട്ടറിയിലേക്ക് എത്തുക, പിന്നീട് അവരുടെ റഡാറിന് മുൻപിൽ തന്നെ ബോംബിംഗ് നടത്തി എസ്കേപ്പ് ആവുക. അമേരിക്കയുടെ ഈ റിക്വയർമെൻറ്റ്സിനെ എല്ലാം ഫുൾഫില്ല് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു ബോംബർ തന്നെയായിരുന്നു B-2 സ്പിരിറ്റ് ബോംബേഴ്സ്. 1989 ഇത് ആദ്യമായി പറക്കുന്നത്. എന്നാൽ ലോകത്തിന് മുൻപിൽ ഈ ബോംബേഴ്സ് വരുന്നത് 1997 കൂടിയാണ്. നാം ഇതുവരെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മറ്റ് എയർക്രാഫ്റ്റുകളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നത് റഡാറിൽ ഇവയെ കാണാൻ കഴിയാത്തത് തന്നെയാണ്. ഇവയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാരണം റഡാറിൽ നിന്നും ഇവയിലേക്ക് വന്ന് പതിക്കുന്ന സിഗ്നലുകളെ തിരിച്ച് റഡാറിലേക്ക് ഇവ എത്തിക്കുന്നില്ല. അതായത് ആ സിഗ്നലുകളുടെ ഡയറക്ഷൻ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് തെറിച്ചു പോകും. ഈ എയർക്രാഫ്റ്റിനെ മറ്റ് എയർക്രാഫ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവയ്ക്ക് വിങ്സ് മാത്രമാണുള്ളത്. എന്നാൽ മറ്റ് എയർക്രാഫ്റ്റുകൾക്ക് ടെയിൽ ഉൾപ്പെടെ മറ്റ് വ്യത്യസ്തങ്ങളാർന്ന ഫീച്ചറുകളുണ്ട്. ഈ ഫീച്ചറുകൾ തന്നെയാണ് റഡാർ സിസ്റ്റം ഇവയെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാരണം. റഡാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാ ആംഗിളുകളിലും ഇവ സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സ്ഥലം പോലും ഇവ വിടുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റ് വരികയാണെങ്കിൽ റഡാറിൽ അവ ഉറപ്പായും പതിയുന്നു. ഇനി എയർക്രാഫ്റ്റിൽ ഫിന്നുകളുണ്ടെങ്കിൽ ഉറപ്പായും അവ പതിഞ്ഞിരിക്കും.
ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ ഫിന്നുകൾ ഒരു മിറർ റിഫ്ലക്ഷൻ ആയിരിക്കും റഡാറുകൾക്ക് നൽകുക. എന്നാൽ B2 സ്പിരിറ്റ് ബോംബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവയ്ക്ക് ടെയിലുകളില്ല. റഡാറിൽ നിന്നും ഇവയുടെ നേരെ വരുന്ന സിഗ്നലുകളെ മറ്റ് സ്ഥലത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇവയുടെ ബോഡിക്കുണ്ട്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇവയുടെ ബോഡി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇത് തന്നെയാണ് സിഗ്നലുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാന കാരണം. ഇവ 100% സക്സസ് റേറ്റിൽ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇവയുടെ സ്ട്രക്ചർ മാത്രമല്ല, മറിച്ച് ഒരു കോട്ടിംഗ് ആണ്. ഇന്നേ വരെ USA ആരോടും പറയാത്ത, പുറത്തുവിടാത്ത ആ ഒരു സീക്രട്ട്. ഈ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഏതൊരു റഡാറിൽ പ്രവേശിച്ച ശേഷവും ഈ ഒരു എയർക്രാഫ്റ്റ് 100% ഇൻവിസിബിളായി നിലനിൽക്കുന്നത്. ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ എന്നത് 0.0001 സ്ക്വയർ മീറ്റേഴ്സ് മാത്രമാണ്. അതായത് ആകാശത്ത് നിങ്ങൾ ഒരു ഈച്ചയെ കണ്ടെത്തുന്ന രീതി. മറ്റ് എയർക്രാഫ്റ്റുകളെ അപേക്ഷിച്ച് 10 മടങ്ങ് വലിപ്പമുണ്ടെങ്കിൽ പോലും റഡാറിൽ ഒരു ഈച്ചയുടെ അത്ര മാത്രം വലിപ്പത്തിലാണ് ഇവയെ കാണാൻ സാധിക്കുക. ഏവിയേഷന്റെ വേൾഡിൽ ഈ ഒരു ടെക്നോളജിയെ സ്റ്റെൽത്ത് എന്നാണ് വിളിക്കുന്നത്. B2 സ്പിരിറ്റ് ബോംബേഴ്സിൽ ശത്രുവിന്റെ റഡാറിൽ നിന്നും രക്ഷപ്പെടാനുള്ള ടെക്നോളജി മാത്രമല്ല, ഇവയുടെ ലോ ഹീറ്റ് സിഗ്നേച്ചർ ഇൻഫ്രാറെഡ് ഹീറ്റ് സീക്കിംഗ് മിസൈൽസിൽ നിന്നും ഇവയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സാധാരണഗതിയിൽ എയർ ഡിഫൻസിൽ ഇൻഫ്രാറെഡ് സർവലൻസ് സിസ്റ്റം ഉണ്ടാകാറുണ്ട്. ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ജെറ്റോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റോ പോകുമ്പോൾ അവയുടെ പിന്നിൽ നിന്നുണ്ടാകുന്ന ഹീറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും ഇത് ശത്രുവാണെന്ന് മനസ്സിലാക്കി അവയെ ഓട്ടോമാറ്റിക്കലി ഫയർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ B2 ബോംബേഴ്സിലേക്ക് വരുമ്പോൾ ഇവയുടെ എഞ്ചിൻ ബോഡിയുടെ ഉള്ളിലാണ്. ജെറ്റ് എഞ്ചിനിൽ നിന്നും പുറത്തു വരുന്ന ഹീറ്റിനെ ഡയറക്റ്റ്ലി പുറത്തേക്ക് വിടുന്നില്ല. ഇവയെ കംപ്രസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ടെമ്പറേച്ചറിൽ കൊണ്ടുവന്ന് പിന്നീടാണ് റിലീസ് ചെയ്യുക. ഈ ഒരു കാരണം കൊണ്ട് തന്നെ തങ്ങളുടെ പിന്നിൽ യാതൊരുവിധ ഹീറ്റ് സിഗ്നേച്ചേഴ്സും ഇവ അവശേഷിപ്പിക്കുന്നില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഹീറ്റ് സിഗ്നേച്ചർ മാത്രം വിടുന്ന എയർക്രാഫ്റ്റ് ഇവ മാറുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിൻ ഒരു പ്രദേശത്തേക്ക് എൻ്റർ ആവുകയാണെന്ന് സങ്കല്പിക്കുക. 100 കിലോമീറ്റർ ഉള്ളിലാകുമ്പോൾ തന്നെ അവയെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇവയെ 10 കിലോമീറ്ററിനടുത്തായാൽ മാത്രമേ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയൂ. എന്നാൽ ഒരിക്കലും ഇത്രയും അടുത്തോടെയല്ല ഇവ പറക്കാറുള്ളത്. ഏകദേശം 50,000 അടി ഉയരത്തിലാണ് ഇവ പറക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റഡാറിനും ഇവയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ ഒരു എയർക്രാഫ്റ്റിന് ഫുൾ ടാങ്കിലാണെങ്കിൽ ഏകദേശം 11,000 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം റഡാറിലും അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സർവലൻസ് സിസ്റ്റത്തിലും ഇവയെ കാണാത്തതാണ് ഇവയുടെ ഏറ്റവും വലിയ പവറെന്ന്. എന്നാൽ ഇതൊന്നും ഒന്നുമല്ല. B2 ബോംബേഴ്സിന് യഥാർത്ഥ ശക്തി നൽകുന്നത് ഇവയുടെ ECM എന്ന ടെക്നോളജിയാണ്. അതായത് ഇലക്ട്രോണിക് കൗണ്ടർ മയേഴ്സ്. B2വിൻ്റെ ഉള്ളിൽ ഹൈടെക് ECM സിസ്റ്റം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇവയുടെ ഫംഗ്ഷൻ ഇങ്ങനെയാണ്. ഇവ ഒരു ടെറിട്ടറിയുടെ ഉള്ളിൽ എൻ്റർ ആയതിനു ശേഷം ഏതാണോ സിഗ്നൽ വരുന്നത് ആ ഒരു റഡാറിനെ ഇവ സ്കാൻ ചെയ്യുകയും പിന്നീട് ഫേക്ക് സിഗ്നൽസ് തിരിച്ചയക്കുകയും ചെയ്യും. ഇങ്ങനെ എത്തുന്ന സിഗ്നൽസിനെ റിയൽ ആണെന്ന് കരുതി B2വിൻ്റെ തെറ്റായിട്ടുള്ള പൊസിഷനായിരിക്കും റഡാർ കാണിക്കുക. ഏകദേശം 20ലധികം ലൊക്കേഷൻസ് ആയിരിക്കും റഡാറിൽ ഷോ ചെയ്യുക. എന്നാൽ ഇവ നിൽക്കുന്ന പൊസിഷൻ എന്നത് ഒന്നായിരിക്കും. ഇത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. റഡാറിൽ നിന്നും എത്തുന്ന സിഗ്നൽസിനെ മോഡിഫൈ ചെയ്ത് തിരിച്ചയക്കുന്നു. ഈ സിഗ്നൽസ് റിസീവ് ചെയ്യുന്ന റഡാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജെനുവിൻ സിഗ്നൽസ് ആണ്, പക്ഷേ ഇവ ഫേക്ക് ആണ്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ഏത് റഡാറാണോ B2വിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ആ റഡാറിലേക്ക് മാത്രമായിരിക്കും ഫേക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്യുക. എല്ലാ റഡാറുകളിലേക്കും ഫേക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്താൽ ഇത് ശത്രുവിൻ്റെ കളിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒരൊറ്റ റഡാറാണെങ്കിൽ അത് സിസ്റ്റം എററായി കാണും. B2വിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കാർബൺ ഗ്രഫൈറ്റ് കോമ്പോസിറ്റ് മെറ്റീരിയലാണ്. പല പാർട്ടുകളായാണ് ഈ ഒരു എയർക്രാഫ്റ്റിനെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിനെ സംയോജിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രധാനമായും നമുക്ക് ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പേലോഡ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു എയർക്രാഫ്റ്റിന് 18,000 കിലോയിലധികം ഭാരമുള്ള യുദ്ധവസ്തുക്കൾ ക്യാരി ചെയ്യാൻ സാധിക്കും. ഈ ഒരു എയർക്രാഫ്റ്റിന്റെ ബെല്ലി ഭാഗത്തായി 80ലധികം GPS ക്യാരിഡ് എയർ ബോംബുകൾ ക്യാരി ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. 14ലധികം ന്യൂക്ലിയർ ബോംബുകളും ഇവയ്ക്ക് ക്യാരി ചെയ്യാനാകും. 14ലധികം മിസൈലുകളും ഇവയ്ക്ക് ക്യാരി ചെയ്യാൻ കഴിയും. റീഫ്യൂലിംഗ് ചെയ്യാതെ തന്നെ USA-യിൽ നിന്നും റഷ്യയിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരാനും ഇവയ്ക്ക് സാധിക്കും. അമേരിക്ക തങ്ങളുടെ വ്യത്യസ്തങ്ങളാർന്ന മിഷൻസിന് വേണ്ടി B2വിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യ പ്രഹരം കാണാൻ കഴിയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ബോംബിങ്ങിലൂടെയാണ്. ഈ ഒരു അറ്റാക്കിന്റെ സമയത്താണെങ്കിൽ കൂടിയും ഒരൊറ്റ തവണ മാത്രമായിരുന്നു B2വിന് റീഫ്യൂലിംഗ് നടത്തേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല, മറിച്ച് ഇയർ 1999-ൽ ഓപ്പറേഷൻ എലൈറ്റ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് സെർബിയയിലും ബോംബിംഗ് നടത്തിയിരുന്നു. പിന്നീട് 2003-ലും അതിനുശേഷം 2011-ലും നമുക്ക് B2വിന്റെ ബോംബിംഗ് മെക്കാനിസം കാണാൻ കഴിഞ്ഞിരുന്നു. ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു ടെറൈനിലും ഇവയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയും. തങ്ങളുടെ ബാക്കപ്പ് പ്ലാനിന്റെ സഹായത്തോടെ ഓട്ടോമാറ്റിക്കലി ഏത് ടെറൈനിലൂടെയും കൃത്യമായി പറക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു.
പറയുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ആയ കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഇവയ്ക്കുള്ളത്. പൈലറ്റ് കമാൻഡ് നൽകുക മാത്രമാണ് ചെയ്യുക. ടെറൈൻ അനുസരിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവർ ഓട്ടോമാറ്റിക്കലി തന്നെയാണ്. ഇത്രയും അധികം അഡ്വാൻസ്ഡും സ്പെസിഫിക്കേഷനും ഏറിയ ഒരു എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് വരെ ലോകത്തിൽ 21 എണ്ണം മാത്രമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒരെണ്ണത്തിന്റെ കോസ്റ്റ് എന്നത് ഏകദേശം $2 ബില്യൺ ആണ്. അതായത് ഒരു B-2 ബോംബറിന്റെ പ്രൈസ് എന്നത് പല രാജ്യങ്ങളുടെ GDP-യേക്കാൾ കൂടുതലാണ്. ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് USA ആണ്. ഈ ടെക്നോളജി ഇതേവരെ അവർ പുറത്ത് സെല്ല് ചെയ്തിട്ടുമില്ല. മറ്റ് എയർക്രാഫ്റ്റുകളെ അപേക്ഷിച്ച് ഇവയുടെ മെയിൻ്റനൻസും വളരെയധികം വ്യത്യസ്തമാണ്. ഓരോ ഫ്ലൈറ്റിനു ശേഷവും സോഫ്റ്റ് വാട്ടറിന്റെ സഹായത്തോടെ ഇവയെ കുളിപ്പിച്ചെടുക്കുന്നു. നിശ്ചിത ടെമ്പറേച്ചറിലാണ് ഇവയെ വെക്കാറുള്ളത്. പിന്നീട് ആ സീക്രട്ട് കോട്ടിംഗ് നടത്തുന്നു. ഈ ഒരു എയർക്രാഫ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു വീഡിയോയും മറ്റ് വീഡിയോകളെ പോലെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും വീഡിയോ പരമാവധി കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.